അടുത്തത് താങ്കൾ പറഞ്ഞ കേരളത്തിലെ വെടിവെക്കാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ നേതാക്കന്മാർ താഴെ നേതാക്കന്മാർ വരെയുള്ള ആളുകളുടെ നാവ് കൊണ്ടുള്ള വെടിയല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല. വെടിയല്ലാതെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? കഴിവുണ്ട്. വനംവകുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര കോടി രൂപ ചെലവഴിക്കാൻ കൊടുക്കുന്നു? വനം വകുപ്പിന്റെ ഫണ്ട് അലോട്ട്മെന്റ് 2024 ബജറ്റ് ചെലവഴിക്കാത്തതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ നിലമ്പൂരിൽ ഫെൻസിംഗ് ഉണ്ടാക്കിയത്, നിലമ്പൂരിൽ ഫെൻസിംഗ് ഉണ്ടാക്കി അതെങ്ങനെ നിങ്ങൾ നാട്ടിൽ വളർത്തുന്നതാണ്? നിങ്ങൾ വനം വകുപ്പിന്റെ ജീപ്പിന് 2024 ചെലവഴിച്ച തുകയെ കുറിച്ചാണ് ജിൻഡോ പറയുന്നത്. അരുൺകുമാർ പറയുന്നത് 9 കൊല്ലം കൊണ്ട് നിലമ്പൂർ സൗത്ത് DFOയുടെ കീഴിൽ ചെലവഴിച്ച തുക വെറും ആരോപണം. ഞാൻ ഈ കേരളത്തിൽ മുഴുവൻ വനം വകുപ്പ് കൊടുത്ത കണക്ക് വേണമെങ്കിൽ പറയാം. ചർച്ച നീട്ടി വെച്ചോ. എത്ര നാളായി ഇത്തരം ആരോപണം ഉന്നയിക്കുന്നത്? കുറച്ച് നാളായിട്ട് പോലീസ് വാഹനങ്ങൾക്ക് ഡീസൽ അടിക്കാൻ പൈസയില്ല, വനം വകുപ്പ് ഡീസലിന് പൈസയില്ല. ഇത്തരത്തിൽ സംസ്ഥാനത്ത് പോലീസ് ചീപ്പിന് ഡീസൽ അടിക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിയെന്നാണ് കെ ബാലഗോപാൽ പറഞ്ഞിട്ടുണ്ടോ? ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറിയെന്നാണ് ധനമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? ജിൻഡോ, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറി എന്നാണ് കെ ബാലഗോപാൽ ഇവര് സൂര്യോദയ ബഡ്ജറ്റ് അവതരിപ്പിച്ച വർഷമാണ് ഈ പറഞ്ഞ 50% എല്ലാ പൊതുഭരണ വകുപ്പിന്റെ ഒഴിച്ച് മുഴുവൻ വകുപ്പിലും 50% വെട്ടിക്കുറച്ചത് സൂര്യോദയ ബഡ്ജറ്റ്. 2 കോടി രൂപ ലോകസമാധാനത്തിന് മാറ്റിവെച്ച സർക്കാരിന്റെ കാലത്ത് നാട്ടിലെ മനുഷ്യർക്ക് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടോ? ഇവിടെ മലയോര കർഷകന് മനസ്സമാധാനമില്ല. ഇവര് ലോകസമാധാനത്തിന് വേണ്ടി 2 കോടി രൂപ മാറ്റിവെച്ചു ബഡ്ജറ്റിന്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് അത് മാറ്റിവെച്ചത്? നിങ്ങൾ സൂര്യോദയ ബഡ്ജറ്റ് എന്താണ് 50% വെട്ടിക്കുറച്ചു. എത്ര നാളായി ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മരണത്തിന് ഉത്തരവാദിയായ സർക്കാരിനെ